നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ, എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റാണ്. നമുക്കറിയാം, ഇന്ത്യ അറിയപ്പെടുന്നത് ഡയബറ്റിസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നുള്ളതാണ്. ലോകത്തിന്റെ പ്രമേഹ രോഗ തലസ്ഥാനമായിട്ടാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. നമ്മൾ എപ്പോഴും പറയാറുള്ളത് കേരളം നമ്പർ 1 എന്നുള്ളതാണ്. ഈ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. പ്രമേഹത്തിന്റെ കാര്യത്തിലും നമ്മൾ ഒട്ടും പുറകിലല്ല എന്ന് സാരം. അതുകൊണ്ട് തന്നെ പ്രമേഹവുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷനുകളും മലയാളികളിൽ വളരെ കൂടുതലാണ്. അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രമേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന ഹൃദ്രോഗം എന്ന് പറയുന്നത്. അതിനുള്ള ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറയുന്നത് പ്രമേഹം കൃത്യമായി കൺട്രോൾ ചെയ്ത് പോവുക എന്നുള്ളതാണ്. പലപ്പോഴും രോഗികൾ പറയാറുണ്ട്, ഡോക്ടർ എനിക്ക് പ്രമേഹമുണ്ട്, എൻ്റെ ഷുഗർ കൺട്രോളിലാണ്, എല്ലാം ഓക്കെ അല്ലേ? എന്നാൽ ഞാൻ പറയാറുണ്ട്, ഒരു ഭാഗം ഓക്കെ ആണ്, പക്ഷെ മുഴുവനായും ഓക്കെ അല്ല. കാരണം എന്താണ്? പ്രമേഹ രോഗിക്ക് പ്രമേഹം മാത്രമല്ല വില്ലന്മാർ, അവർക്ക് മറ്റു കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിയാം, എല്ലാത്തിനും ഓഫറാണ്, ബൈ 1 ഗെറ്റ് 1 എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സ്ഥിരമായി കാണാറുള്ള ഒരു ഓഫറുകളാണ്. ഒരു പ്രമേഹ രോഗികൾക്ക് ബൈ 1 ഗെറ്റ് 2 ഓഫറിൽ കിട്ടാവുന്ന മറ്റു ജീവിതശൈലി രോഗങ്ങളെ പറ്റി കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് പ്രഷറും കൊളസ്ട്രോളും, ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഡിസ്ലൈപ്പിഡീമിയ. നമുക്ക് പ്രഷറിനെ പറ്റി നമുക്കറിയാം. ഗ്രേറ്റ് ഇന്ത്യൻ ബ്ലഡ് പ്രഷർ സർവേ എന്ന പേരിൽ ഹൃദ്രോഗ വിദഗ്ധരുടെ സംഘടനയായ കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഒരു സർവേ നടത്തുകയുണ്ടായി ഇന്ത്യ ഒട്ടാകെയുള്ള ജനങ്ങളിൽ. അതിൽ 4-ൽ ഒരാൾക്കെങ്കിലും ഉയർന്ന തോതിൽ രക്താതിമർദ്ദം അഥവാ ഹൈ BP ഉണ്ട് എന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ നല്ല കാര്യം എന്തെന്നാൽ അതിൽ 75% ആളുകളും മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ 50% പേരുടെ ബ്ലഡ് പ്രഷറെ കൺട്രോളിലുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ വരാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടുന്നത്. രണ്ടാമത്തെ കാര്യം, കൊളസ്ട്രോൾ ലെവലുകൾ. മലയാളികൾ പൊതുവെ ഹൃദ്രോഗ സാധ്യത കൂടുതലുള്ള ഒരു ജനവിഭാഗമാണ്. അതിനുള്ള ഏറ്റവും വലിയ ഒരു റിസ്ക് എന്ന് പറയുന്നത് ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് തന്നെയാണ്. നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടിയിരിക്കാനുള്ള സാധ്യത സാധാരണ ഒരാളെക്കാട്ടും കൂടുതലായിരിക്കും എന്ന് വ്യക്തം. ഉയർന്ന കൊളസ്ട്രോൾ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുമെന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ 3 കാര്യങ്ങളെ പറ്റി പറഞ്ഞു. നിയന്ത്രണമില്ലാത്ത ഷുഗർ, അതോടൊപ്പം തന്നെ വരുന്ന പ്രഷർ, കൊളസ്ട്രോൾ. ഇപ്പോൾ പ്രമേഹ രോഗികളിൽ കാണുന്ന പ്രഷർ പ്ലസ് കൊളസ്ട്രോൾ, ഈ ഒരു കോംബോന് പറയുന്ന ഒരു പേരാണ് ലിപ്പിഡ് ടെൻഷൻ എന്നുള്ളത്. ലിപ്പിഡ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിപ്പിഡ് ഈ കൊളസ്ട്രോളിനെ പറയുന്ന മറ്റൊരു മെഡിക്കൽ നാമമാണ് ലിപ്പിഡ്. ഹൈപ്പർ ടെൻഷൻ എന്നാണ് BP-യുടെ മറ്റൊരു പേര്. ലിപ്പിഡ് പ്ലസ് ടെൻഷൻ, ലിപ്പിഡ് ടെൻഷൻ. ലിപ്പിഡ് ടെൻഷൻ ഒരുമിച്ച് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതെങ്ങനെ നമുക്ക് ചെയ്യാം? നമ്മൾ ആദ്യ ഭാഗം നമ്മൾ പറയുകയുണ്ടായി, ലിപ്പിഡ് ടെൻഷന്റെ ഏറ്റവും പ്രധാന കാര്യം കൃത്യമായ ബ്ലഡ് ഷുഗർ കൺട്രോൾ എന്നുള്ളതാണ്. ഡോക്ടർ പറഞ്ഞ പ്രകാരമുള്ള മരുന്നുകൾ മാത്രമല്ല ചികിത്സ, അതോടൊപ്പം തന്നെ ചിട്ടയായ ഒരു ജീവിത ശൈലി കൂടെ ഇതിൽ പരമപ്രധാനമാണ് എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും മരുന്നുകൾക്ക് അതിന്റെ ഗുണമുണ്ട്, പക്ഷെ മരുന്നുകൾ കൊണ്ട് മാത്രം ഷുഗർ കൺട്രോൾ ആവും എന്നുള്ളത് ഒരു മിഥ്യാധാരണ മാത്രമാണ്. കൃത്യമായ ഒരു ജീവിതശൈലിയിൽ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, കൃത്യമായ ഒരു ആഹാരക്രമം, കൃത്യമായ വ്യായാമം. ആഹാരക്രമം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം ഒരു
പ്രഷർ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പ്രധാനം ഉപ്പിന്റെ ഉപയോഗം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഭക്ഷണത്തിൽ നിന്ന് തന്നെ ഉപ്പ് ഒഴിവാക്കുക എന്നുള്ളതല്ല. ഒരാൾക്കും ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് താരതമ്യേന അസാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരാൾക്ക് എത്ര വരെ ഉപ്പ് കഴിക്കാം? ഒരു സാമാന്യം ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു ദിവസം കഴിക്കാവുന്ന ഉപ്പിന്റെ അളവ് എന്ന് പറയുന്നത് 5 ഗ്രാം എന്നുള്ളതാണ്. ഈ 5 ഗ്രാം നമുക്ക് എങ്ങനെ മനസ്സിലാക്കും? 1 ടീസ്പൂൺ ഉപ്പാണ് ഒരാൾക്ക് കഴിക്കാവുന്ന ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ഉപ്പിന്റെ തോത്. നമുക്ക് ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചുരുക്ക വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഒരു ചെറിയൊരു പാത്രം എടുക്കുക, 3 പേര് 3 ടീസ്പൂൺ 3 ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് എടുക്കുക. നിങ്ങളുടെ അന്നത്തെ ദിവസത്തേക്കുള്ള റേഷൻ എന്ന് പറയുന്നത് ഉപ്പിന്റെ റേഷൻ, അതാണ് അളവ്. ആ അളവ് വെച്ചിട്ട് വേണം നിങ്ങൾക്ക് രാവിലെയും ഉച്ചക്കലത്തേക്കും വൈകുന്നേരത്തേക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്. ആദ്യത്തെ ദിവസം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, പക്ഷെ എനിക്ക് ഉറപ്പാണ് ഒരാഴ്ചക്കകം തന്നെ നിങ്ങൾക്ക് ഉപ്പിന്റെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കും. അധികം വറുത്തത്, പൊരിച്ചത്, എണ്ണമയമുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക. നമ്മുടെ ഭക്ഷണത്തിൽ പച്ചക്കറിയുടെയും പഴങ്ങളുടെയും അളവ് വർദ്ധിപ്പിക്കുക. കൃത്യമായ ഒരു വ്യായാമ രീതി, ഒരു 30 മിനിറ്റെങ്കിലും വ്യായാമം 5 ദിവസമെങ്കിലും, പറ്റുമെങ്കിൽ 7 ദിവസവും. അതാണ് പ്രമേഹ രോഗികൾക്ക് പറഞ്ഞിരിക്കുന്ന വ്യായാമ ക്രമം എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾ എപ്രകാരം ഷുഗർ നോക്കുന്നുവോ അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രഷറും നോക്കാനായി ശ്രമിക്കുക. പ്രഷറിന്റെ അളവ് നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് നിന്നും അറിഞ്ഞിരിക്കുക. കാരണം നിങ്ങളുടെ പ്രഷറിലുണ്ടാവുന്ന വ്യതിയാനങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു 100/70 BP ഉള്ള ഒരാൾ പോകെ പ്രഷർ കൂടി വരികയാണ്, 130, 135 വരെ എത്തുന്നു പോകെ എന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ സിഗ്നൽ ലൈറ്റിലെ ഓറഞ്ച് ലൈറ്റ് പോലെയാണ്. ശ്രദ്ധിക്കാനുള്ള സമയമായി എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. 6 മാസത്തിലൊരിക്കൽ ഒരു ലൈപിഡ് പ്രൊഫൈൽ, വെറും കൊളസ്ട്രോൾ മാത്രമല്ല, ലൈപിഡ് പ്രൊഫൈൽ. അതിൽ നല്ല കൊളസ്ട്രോൾ ഉണ്ട്, പൊട്ട കൊളസ്ട്രോൾ ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായും ഉള്ളത് LDL കൊളസ്ട്രോൾ, HDL കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്. ഇത് മൂന്നുമാണ്. LDL കൊളസ്ട്രോൾ എന്ന് പറയുന്നത് പൊത്ത കൊളസ്ട്രോളും HDL കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നല്ല കൊളസ്ട്രോളുമാണ്. ട്രൈഗ്ലിസറൈഡ് എന്ന കൊളസ്ട്രോൾ ഷുഗർ ഉള്ളവരിൽ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യവുമാണ്. അതിന്റെ അളവുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക. അത് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഡോക്ടറെ അടുത്ത് നിന്ന് ചോദിക്കുക. മരുന്നുകൾ കൃത്യമായി കഴിക്കും എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ കൊളസ്ട്രോളിന്, പ്രഷറിനും മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി തുടങ്ങുക, കൃത്യമായി തുടരുക. അപ്പോൾ നല്ലൊരു ജീവിതശൈലിയിലൂടെയും കൃത്യമായ ചെക്കപ്പിലൂടെയും കൃത്യമായ കൺട്രോളിലൂടെയും നിങ്ങളുടെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഈ 3 വില്ലന്മാരെയും കൺട്രോളാക്കാനായി ശ്രമിക്കുക. ഷുഗറിന്റെ ഒപ്പം തന്നെയുള്ള ലൈഫ് ടെൻഷൻ എന്ന ജീവിതാവസ്ഥയെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ, കൃത്യമായ കരുതലിലൂടെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവും. അതുമൂലം അതിന്റെ കോംപ്ലിക്കേഷനായിട്ട് ഉണ്ടാകാവുന്ന ഒരു ഹൃദയാഘാതം, പക്ഷാഘാതം മുതലായവ തടയാനും നിങ്ങൾക്ക് സാധിക്കും. താങ്ക് യു.